എല്ലാവർക്കും ഫുഡ് ഫിയസ്റ്റയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ഫ്രണ്ട് വിത്ത് ഫാമിലി ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ലഞ്ചിനായിട്ട് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പെഷ്യൽ റെസിപ്പീസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ റെസിപ്പീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാഷ് എന്ന് പറയുന്ന റെസിപ്പിയാണ്. അതൊരു ഹംഗേറിയൻ റെസിപ്പിയാണ്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീഫാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും കൂടെ വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ബേ ലീഫാണ്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് സ്ലോ കുക്കിംഗ് ആണ്. ഇതിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം എടുത്തിട്ട് ചെയ്യുന്നത്. 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബീഫ് കുക്കറിലിട്ട് പാകത്തിന് വേവിച്ച് എടുക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തത് ഹംഗേറിയൻ സ്വീറ്റ് പപ്രിക്കയാണ്. ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇനി ഈ ബീഫിലെ വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. വെള്ളം ഏകദേശം ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പൊ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം വെള്ളം പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കാണാൻ പറ്റുന്നത് ഓയിലാണ്. അപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒനിയൻ ആഡ് ചെയ്യാം. 3 ഒനിയനാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അടുത്ത് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഒരു 3 വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അടുത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ. അടുത്ത് നമുക്ക് ഒരു നുള്ള് ജീരകം ആഡ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. 3 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തത്. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ പ്യൂരേ ആണ്. ഇതിവിടെ 6 ടൊമാറ്റോ മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ടൊമാറ്റോ ജ്യൂസ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം. അങ്ങനെ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ 6 ടൊമാറ്റോന്റെ പ്യൂരിയാണ് ആഡ് ചെയ്തത്. അടുത്തത് നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാം. 4 വലിയ അല്ലി വെളുത്തുള്ളി ഈ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. അടുത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം. 1 കിലോ ഉരുളക്കിഴങ്ങാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക്
ബീഫ് ബ്രോത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ പൊട്ടറ്റോയും കൂടെ നമ്മൾ ആഡ് ചെയ്ത വെജിറ്റബിൾസ് പൊട്ടറ്റോ ഒക്കെ നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഗുലാഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു സ്റ്റൂ അല്ലെങ്കിൽ ഒരു സൂപ്പ് കൈൻഡ് ഓഫ് റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പം അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലേയേർഡ് സലാഡാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം വേണ്ടുന്ന കുറച്ച് സലാഡ് ലീവ്സ് ആണ്. ഒരു പകുതി സലാഡ് ലീവ്സ് എടുത്തിട്ടുണ്ട്. ചെറുതായി മുറിച്ച് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ആപ്പിള് ചെറുതായി മുറിച്ചതാണ്. അതും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് ചെറുതായി മുറിച്ചതാണ്. അപ്പം ഏത് മീറ്റ് വേണം നിങ്ങൾക്ക് എടുക്കാം. ഇപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പോർക്കാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് കുക്ക്ഡ് ആയിട്ടുള്ള കോണാണ്, സ്വീറ്റ് കോൺ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചീസ് ചെറുതായി മുറിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ്. ആ പൈനാപ്പിളിൻ്റെ പകുതി ചെറുതായി മുറിച്ചത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു 4 ടേബിൾ സ്പൂൺ സലാഡ് ക്രീമാണ്. നിങ്ങൾക്ക് സലാഡ് ക്രീം ഇല്ലെങ്കിൽ മയനീസ് ആയാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം സലാഡ് ക്രീമിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും നമ്മൾ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സലാഡ് ക്രീമിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ക്രീമാണ് ആഡ് ചെയ്യുന്നത്, ഫ്രഷ് ക്രീം. എന്നിട്ട് ഈ ക്രീമും ഈ സലാഡ് ക്രീമും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് egal wird was man anfängt. Okay. Ich mache jetzt so wie ich will, ja? Ich mache das. Dann machen wir was Süßes. സലാഡിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആപ്പിളാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചീസ് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ക്രീം ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് പൈനാപ്പിൾ ആണ്. പിന്നെ നമ്മൾ മീറ്റ് കുക്ക് ചെയ്ത് വെച്ച മീറ്റാണിത്. ഇത് സ്ലൈസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ മേലെ ഇട്ടെടുക്കാം. ബാക്കി വന്ന ക്രീം ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം.
ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് വെക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ ലെയറാക്കി എടുക്കാം ഈ സലാഡ്. സോ ഇതിൽ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് ഇതിൻ്റെ മേലെ വെക്കാം. അപ്പം അതിൻ്റെ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ ലേയർഡ് സലാഡ് ഇവിടെ റെഡിയായി. ഓക്കെ, സോ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡെസേർട്ടാണ്. അത് ബൈറിഷ് ക്രീമാണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആദ്യം ഇവിടെ ജലാറ്റിൻ ആണ്, നമ്മളത് ഒരു 10 to 15 മിനിറ്റ്സ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് മുട്ടയുടെ മഞ്ഞയാണ് മാത്രമേ എടുത്തിട്ടുള്ളൂ, മുട്ട വെള്ള വേണ്ട. അടുത്തത് ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ പാലുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വാനിലേൻ്റെ ഒരു എക്സ്ട്രാക്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. Die Vanilleschote durchschneiden. Und kennst du das? Hast du schon mal gemacht? Nein, noch nie gemacht. Abmachen und das kommt alles in die Milch. Okay. Und die Milch können wir schon anmachen. Okay, അപ്പോൾ നമ്മൾ ഈ വാനിലേൻ്റെ എക്സ്ട്രാക്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് നമ്മളത് മിൽക്കിലേക്ക് ആഡ് ചെയ്യാണ്. Und die Milch muss jetzt aufkochen. Dann machen wir auch rein und die machen wir dann später raus. Okay. Aufkochen und dann später raus. നമ്മൾ മിൽക്ക് ഒരു പാത്രത്തിൽ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ വാനിലേൻ്റെ എക്സ്ട്രാക്ട് ഇട്ടു. ഇനി നമ്മൾ ആ മിൽക്ക് ഒന്ന് ബോയിൽ ചെയ്യാൻ പോവാണ്. So, jetzt Gelatine. Eingeweichte Gelatine rausdrücken. So, das Wasser können wir hier dazu nehmen. Und dann machen wir Wasserbad. Okay. Das muss jetzt auftauen. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പാല് ഒന്ന് വാനില എക്സ്ട്രാക്ട് ഇട്ടിട്ട് നമ്മളതൊന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ജലാറ്റിൻ നമ്മളത് ഡബിൾ ബോയിൽ ചെയ്യാണ്. നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. വാനിലേൻ്റെ അത് നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മളൊരു കപ്പില് ഷുഗർ ആഡ് ചെയ്തു. Nur Eigelb, ohne Eiweiß. Kein Eiweiß. മുട്ടയുടെ മഞ്ഞ മാത്രം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് തിളച്ച് വന്നിരുന്നു. നമുക്ക് അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മിക്സ്ചർ ആഡ് ചെയ്യാം. Muss ganz aufgetaut werden. Keine Glöckchen. Jetzt das erstmal da rein ein bisschen. Okay. Nicht die Gelatine direkt da rein. Okay. Funktioniert ein bisschen das. Okay. നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ജലാറ്റിൻ്റെ ആ മിക്സറിലോട്ട് പാല് കുറേശ്ശായിട്ട് നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മൾ ബോയിൽ ചെയ്ത് ജലാറ്റിൻ്റെ അകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്യാം. അല്ലാതെ നമ്മുടെ ജലാറ്റിൻ മിക്സ് ഡയറക്റ്റ് പാലിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് ബാക്കി പാലിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ക്രീം ആഡ് ചെയ്യാം. Dann ist es schon fertig. നമുക്ക് നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.